നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമവിൻ്റെ മോനാണല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളെ ദർഗുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ പേരെന്നെ മസ്ജിദ് സയ്യിദ ഫാത്തിമ നബവിയ. നോക്കിയാൽ മനസ്സിലാവും. അത് അവരെ ദർഗ ഇതിൻ്റെ ഉള്ളിലാണ്. അല്ലാഹു തആല അവരെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളെ ഖബർ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ 4 അഖ്താബുമാരിൽപ്പെട്ട ഇബ്രാഹിം ദസ്സൂഖി റളിയല്ലാഹു അൻഹു അവരെ നേരെ സഹോദരൻ അനിയൻ അവരെ ദർഗയാണ് കാണുന്നത്. ദസ്സൂഖി ഇമാമിൻ്റെ സഹോദരൻ സയ്യിദി അബ്ദുള്ള ദസ്സൂഖി റളിയല്ലാഹു അൻഹു അവരെ ദർഗയാണ്. അല്ലാഹു തആല അവർ രണ്ടുപേരെല്ലാം ഉള്ളത് ഖൈറോയിൽ, ഈജിപ്തിലെ ഖൈറോയിൽ ദറാസയുടെ പരിസരത്താണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ഓരോ ഐറ്റംസ് ഫുഡായിട്ടത് കാണിച്ചത്. 1250 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ് നമ്മൾ കാണുന്നത്. ആ പറഞ്ഞ പള്ളിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റോസു ഷരീഫ് മറമാടാൻ വേണ്ടി ആദ്യം അന്നത്തെ അമീർ പണി കഴിപ്പിച്ച പള്ളി. പക്ഷേ അവിടെ അല്ല പിന്നെ മറമാടിയത്. പിന്നെ ഇന്നിവിടെ സയ്യിദ് ഹുസൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് അസറിൻ്റെ തൊട്ടടുത്തുള്ള ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ദർഗാ ഷരീഫ് വേറെ വലുതുണ്ട്. ഇത് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ അവരെ ദർഗാ ഷരീഫാണ് ഈ കാണുന്നത്. ബനി ഹാഷിം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സയ്യിദ സൈനബ റളിയല്ലാഹു അൻഹ അവർ ദർഗയാണ് ഇവിടെ കാണുന്നത്. അതായത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ മുത്തുനബിൻ്റെ പേരമക്കൾ അവരെ പങ്ങൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരെ പങ്ങൾ അവരെ ദർഗയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ദീർഘമായ ചരിത്രമാണ്. മഹദി അവരുടെ പേരിൽ സയ്യിദ സൈനബ എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഹറമ് പോലെ വളരെ ഭംഗിയായി ഈ പള്ളിയുടെ നിർമ്മാണം. ഇവിടെ ഈ ദർഗയിൽ ഉള്ളത് നമ്മളെ കോഴിക്കോട് ജിഫ്രി ഹൗസിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജിഫ്രി, അതായത് മമ്പർത്തങ്ങൾ അമ്മാന് അവരെ പിന്നെ കൂടെ ജീവിച്ച ഷെയ്ഖ് അൽ ഐദ്റൂസി എന്ന് പറയുന്ന മഹാൻ്റെ ദർഗയാണ് ഇതിനുള്ളിലുള്ളത്. അല്ലാഹു തആല അവരൊക്കെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. ചോദിക്കുന്നത്